ഹായ് ഫ്രണ്ട്സ്, വയനാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 900 കണ്ടിയിലെ ഓഫ് റോഡ് കാഴ്ചകൾ, 900 കണ്ടിയിലെ ട്രക്കിങ്, അതുപോലെ തന്നെ അരണമല, ചൂരൽമല, ആട്ടമല എല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ മേപ്പാടിയിൽ തിരിച്ചെത്തി. മേപ്പാടിയിൽ നിന്ന് ഇനി പോകുന്നത് എളിബേരി എസ്റ്റേറ്റിലേക്കാണ്. എളിബേരി എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്കെന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 5 കിലോമീറ്റർ ഓഫ് റോഡാണ്. കട്ട ഓഫ് റോഡ്. ആ ഓഫ് റോഡിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എസ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ പാക്കേജ് ഉണ്ട്. ആ പാക്കേജൊക്കെ ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോൾ പറയാം. പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ പോകുന്നത് എളിബേരി എസ്റ്റേറ്റിലേക്കാണ്. ഏകദേശം 5 കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഓഫ് റോഡ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടെ ടെൻറ്റിലാണ് താമസിക്കുന്നത്. അത്തരം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എളിബേരിയിലേക്ക് പോയി നോക്കാം. ചളി വണ്ടി സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് അർത്ഥം. ഫോറസ്റ്റിൽ പൈസ ഉണ്ടാക്കും. വീണ്ടും പോവാണ് അല്ലേ? കട്ട ഓഫ് റോഡാ. പോവില്ലേ? വരുന്നുണ്ടല്ലേ? ശരിയോ? ഇല്ലല്ലോ. അണു വരുന്നോ? അവിടെ നിർത്തിയിട്ട് പോലെ ഇവിടെ നിർത്തിയ പോലെ അവർ വന്നിട്ട് പോയാൽ മതില്ലേ? ആ ഡീല് വണ്ടി. ആ കഴിഞ്ഞില്ലേ? 4 വണ്ടിയില്ല പറഞ്ഞ്. ഇനി വണ്ടി ഉണ്ടോ? പോയി. വന്നിട്ട് പോ. ഇസു ഇതാണ് പോയതില്ലേ? അന്ന് വീഡിയോ കണ്ടിയാണ് വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടി ജീപ്പേ. എന്തോ സീനുണ്ട് കണ്ടോ? ഇത് അടി അടിച്ച ഇസുവാണ്. ഇതുണ്ടോ? ബാസിൽ 7 പേര്. വരുന്നേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് പോയി നിൽക്കാം. എന്നാ ശരി, ഓക്കെ. പുള്ളിയാണ് ഇതിൻ്റെ ആൾ കേട്ടോ. പുള്ളി റൈഡറാ. പുള്ളിയേ ഒരു റൈഡറാണ്. സുനീർ സൂപ്പറാണ്. വയനാട് അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട് ഇവിടെ. അതിൽ ഇവരിതാണത്. അതൊക്കെ ഇവരെ വണ്ടികളാണ്. ഇത് ഹിമാലയം തന്നെ വേണം കേട്ടോ. ഇങ്ങനെ കയറി പോകണമെന്നുണ്ടെങ്കിൽ സാർ ഹിമാലയം തന്നെ ബെസ്റ്റ്. അത് പക്ഷേ ഞാൻ പറയാം, നല്ല വണ്ടിയാണ്. ഒരു ഇതും ഇല്ല. കാരണം ഒരു വണ്ടി അങ്ങനെ കയറിപ്പോരില്ല, 2 ആളെയും വെച്ച് കയറൂല. ബുള്ളറ്റൊക്കെ അവിടെ നീ ഇരിക്കുമോ? അങ്ങ് എക്സ്പ്രസ് എനിക്കറിയില്ല. ഇവിടെ കുത്തുമോ? 2 വെച്ച് കയറാൻ പാടാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഏതോ വഴി തന്നെയല്ല, വഴി നേരെ കയറല്ലേ? അവിടെ തട്ടും. സ്റ്റാൻഡല്ലേ? അങ്ങനെ ആടാണ് പ്രശ്നം ഉണ്ടാകുക. വഴി മാറും നമുക്ക്. പക്ഷെ വണ്ടികൾ പോയത് ഇതിൽ തന്നെയാണ്. വണ്ടികൾ പോണതേ തട്ടുമോ?
പ്ലസ് തരം അടിച്ച് വരുന്നുണ്ട്. പോട്ടെ നിർത്തരുത്. അതിന് കയറും. അതേ അത് നമ്മളവിടെ നിർത്തുമ്പോഴുള്ള പ്രശ്നമാണ്. പേടിച്ച് നിർത്താൻ പാടില്ല, വണ്ടി കയറണം. ആ ടെസ്റ്റ് ഞാൻ വിട്ടില്ല, അതാ പിടിച്ചിട്ട് വിട്ടാൽ മതി. സ്റ്റാൻഡല്ലോ എടുത്ത സ്റ്റാൻഡ് എടുത്തുണ്ട്. സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് സേഫാണ്. ആ സ്റ്റാൻഡാണ് സേഫ് ശരിക്കും വേണമെങ്കിൽ. നോക്കി പതുക്കെ എടുത്താൽ വേടാ. അവർ ജീപ്പുകാരൊന്നും ചെയ്യൊന്നുമില്ല. ഇവിടെ വാട്ടർ ക്രോസിംഗ് ഉണ്ടോ? നല്ല ക്രോസിംഗ് ആണോ? എവിടെ വെള്ളമില്ല. അവരെ എടുത്തുണ്ട് അടിപൊളി സാധനം. നമ്മളെ താമസിക്കുന്നേ എടാ നിർത്തല്ലേ. കട്ട ഓഫ് റോഡാട്ടോ. FC കയറി പോകുന്നത്. FC വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. വീൽ ബേസ് ഭയങ്കര കൂടുതലാണ് അല്ലേ? അറിയില്ല. ശരി ഹേയ് കയറൂലേ? അങ്ങനെ കൊടുക്കണം അല്ലേ? അങ്ങനെ കൊടുത്താൽ കയറി പോകുന്ന പറഞ്ഞത്. യെസ്, ഇവിടെയാണ് നമ്മളെ എന്തുള്ളത് വാട്ടർ ക്രോസിംഗ് ഉള്ളത്. നമുക്ക് ആ മറ്റേ പാട്ടുണ്ടോ അവിടെ? മറ്റേ പാട്ടിട്ട് അവിടെ മാറി സൈഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ഓഫ് റോഡ് ഉണ്ടായിരുന്നു. ഏകദേശം 5 കിലോമീറ്ററോളം നല്ല കട്ടക്ക് നിൽക്കുന്ന ഓഫ് റോഡായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എലവേരി എത്തി. ഏകദേശം വൈകുന്നേരം എത്തിയപ്പോൾ ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വെൽക്കം ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് നല്ല കട്ടൻ കാപ്പിയാണ്. അതുപോലെ തന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഏകദേശം രാത്രിയിലെ കാഴ്ചകൾ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം എൻ്റെ കയ്യിലുള്ളത് GoPro 7 Black ആണ്. GoProക്കുള്ള പരിമിതി എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷൂട്ടിംഗ് നടക്കില്ല. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഷൂട്ടിംഗ് നടക്കുകയുള്ളൂ. എങ്കിലും അത്യാവശ്യം നല്ല വൈബാണ് ഇവിടെ ഉള്ളത്. ഒരു പീക്ക് കാണുന്നുണ്ടാവും നിങ്ങൾ വീഡിയോയിൽ കണ്ട ഒരു പീക്ക്, അത് ചെമ്പ്ര പീക്കാണ്. അപ്പോൾ ഏകദേശം ചെമ്പ്ര പീക്കിൻ്റെ താഴെ വശത്താണ് നമ്മൾ താമസിക്കുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് ഇപ്പോൾ.
ചെറുത് ഇത് തെളിഞ്ഞ വെള്ളം അന്നത്തെ കരഞ്ഞ വെള്ളം അല്ലേ അടിപൊളി പൊടിയൊന്നുമില്ല അപ്പോൾ എളിതേരി എസ്റ്റേറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോകുന്ന എക്സ്പ്രസ്മിലാണ് തിരിച്ചു പോകുന്നത്. ഇങ്ങോട്ട് വന്നത് ഹിമാലയത്തിലായിരുന്നു, ഷാക്കിർബായുടെ ഹിമാലയത്തിലായിരുന്നു. തിരിച്ചു പോകുന്നത് ഞാൻ നമ്മളെ എക്സ്പ്രസ്മിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഏകദേശം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ പാക്കേജിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇവർ ഓഫർ ചെയ്യുന്ന പാക്കേജ് ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ല. ഏകദേശം ഒരു ദിവസം 12 മണി മുതൽ പിറ്റേ ദിവസം 12 മണി വരെയാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവർ നമ്മൾ മേപ്പാടിയിൽ നിന്ന് ഇവർ നമ്മളെ പിക്ക് ചെയ്യും. ഇവർ ഓഫ് റോഡ് ജീപ്പ് ഉണ്ട്, ഓഫ് റോഡ് ജീപ്പിൽ നമ്മളെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കും. ഞങ്ങൾ ബൈക്കിലായതുകൊണ്ട് ഞങ്ങൾ ബൈക്കിൽ എത്തിയതാണ്. ഇവർ പിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കാകുമ്പോൾ ഇവിടെ എത്തും. അതിനുശേഷം ഇവർ എന്താ പറയുക നല്ലൊരു ട്രക്കിംഗ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം നല്ലൊരു സ്നാക്സ്, ഒരു ടീ കാര്യങ്ങളെല്ലാം കിട്ടും. അതിനുശേഷം നമ്മൾ കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് ടെൻറ്റിലൊക്കെ താമസിക്കാതെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടും. അടിപൊളി ഭക്ഷണമാണ്. നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹെവി ഫുഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടിപൊളി ഫുഡാണ്. അതിനൊന്നും യാതൊരു പരാതിയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മോർണിംഗിൽ 6 മണിക്ക് ഇവർ എഴുന്നേൽക്കാൻ പറയും. വീണ്ടും ഒരു ട്രക്കിംഗ് ഉണ്ട് ഇവിടെ, അടിപൊളി ട്രക്കിംഗ് ആണ്. ആ ട്രക്കിംഗ് കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയ ശേഷം പിന്നെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും. ആ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് വീണ്ടും ഇവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. മേപ്പാടിയിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്യും ഇവർ. അപ്പോൾ അതാണ് ഇവരുടെ പാക്കേജ് എന്ന് പറയുന്നത്. എലിബേരി എസ്റ്റേറ്റിലെ പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം പെർ ഹെഡിൽ 1700 റുപ്യ ഇവർ വാങ്ങിക്കുന്നുണ്ട്. എങ്കിലും മോശമില്ലാത്ത 2 ട്രക്കിങ്ങും അതുപോലെ തന്നെ 3 നേരം നല്ല ഫുഡും കഴിക്കാമെന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ല പാക്കേജിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 900 കണ്ടിയിൽ നല്ലൊരു ഹെവി ടാസ്ക് ട്രക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പിന്നീട് ഒരു ട്രക്കിംഗ്
നടത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. പിന്നെ രാവിലത്തെ ട്രക്കിംഗ് എന്ന് പറയുന്നത് വളരെ ബോറിംഗ് തോന്നിയത്. നല്ല മഴ ഉണ്ടായിരുന്നു തലേ ദിവസം. ആ മഴ കൊണ്ട് തന്നെ ഒരു മടുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രക്കിംഗ് നടത്തി. അതെങ്കിൽ വീഡിയോയൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ പാക്കേജും കാര്യങ്ങളൊക്കെ ഉള്ളതും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. എങ്കിലും ഓഫ് റോഡ് എന്ന് പറയുന്നത് അടിപൊളി ഓഫ് റോഡാണ്. എന്താ പറയുക, അത് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലും നല്ല ഓഫ് റോഡൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാവുന്നതാണ്. ഈ ഒരു പാക്കേജ് എടുത്താൽ മാത്രമേ ഈ ഓഫ് റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അവർ ഗേറ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ പാക്കേജ് എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അടിച്ച് പൊളിച്ച് നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, അതുപോലെ ട്രക്കിംഗ് കിട്ടുന്നുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കുറ്റം പറയാനൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എലിവേരി എസ്റ്റേറ്റിലെ കാഴ്ചകൾ. ഞങ്ങളിനി പോവാണ് മേപ്പാടിയിൽ നിന്നും. അടുത്ത ദിവസത്തേക്ക് പോകുന്നത് ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ സൺറൈസ് കാണുമോ കാണില്ലേ എന്നൊന്നും അറിയില്ല, എങ്കിലും പോയി നോക്കാം. സ്ഥലം ഞാൻ പറയുന്നില്ല, കുറുമ്പാലക്കോട്ടയാണ്. പറഞ്ഞു പോയി. എന്തായാലും കുറുമ്പാലക്കോട്ടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗേസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോസ് ഓരോ ശനിയാഴ്ചകളിലും വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറേ ഓഫ് റോഡ് ഉണ്ടാവും, കുറേ ഓൺ റോഡുകൾ ഉണ്ടാവും. പിന്നെ വലിയ യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർച്ചിൽ നേപ്പാൾ സിക്കിം യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹിമാലയൻ റൈഡ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 4 തവണ ഹിമാലയം പോയ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇതിനാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരിക, ഈ ചളി ഉണ്ടല്ലോ. ഈ ചളിയിൽ നമ്മൾ ബാക്ക് ടയർ വലിക്കും. റെഡി അല്ലേ? സാഗിൻ നാദാപുരം എന്താ പറയുക, റൈഡ് പൊളി റൈഡ്, ഒരു രക്ഷയില്ലാത്ത റൈഡ്. 3 ദിവസം തിമിർത്ത് അടിച്ചു പൊളിച്ചു. ഓക്കെ, റൈഡ് സൂപ്പർ, ഒന്നും പറയാൻ പറ്റില്ല. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കിടുക്കി. നൈറ്റിൽ ഫോറസ്റ്റിലെ ട്രക്കിങ് സംഭവമായിരുന്നു, ഒന്നും പറയാനില്ല, ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ട്രക്കിങ്ങും കാര്യങ്ങളും ഓഫ് റോഡിലായിട്ട് പോകുന്നത്. അടിപൊളി. ബാസിൽ മാഷാണ് എല്ലാത്തിനും കാരണം. ബാസിൽ മാഷക്ക് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് എൻ്റെ പേര് സാക്കിർ എന്നാണ്, തിരുവനന്തപുരം. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് റൈഡൊക്കെ പോയിട്ടുണ്ട്. ട്രിപ്പ് കാറിലൊക്കെ ആയിട്ടും പോയിട്ടുണ്ട്. ഇപ്പം ബൈക്കിലാണ് ഇറങ്ങിയത്. നമ്മളെ എപ്പോഴുള്ള ഫ്രണ്ട്സും അല്ല, എല്ലാം വേറെ വേറെ സ്ഥലത്തുനിന്ന് വരുന്നതാണ്. പക്ഷേ നമുക്ക് എപ്പോഴും വരുന്നതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൊളിയാണ്. തിരുവനന്തപുരം ഭാഷ പറഞ്ഞ പൊളപ്പൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇതിലോട്ട് വരുന്നത്. നമ്മുടെ ബാസിലിക്കൻ ടീമാണ്, ബാസിക്ക, സാഗി ബ്രോ, പിന്നെ നമ്മുടെ സൂരജ്, എല്ലാം കൂടെ എന്താ പറയാ, വേറെ ലെവലാ, രക്ഷയില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ്, ട്രക്കിങ്ങും ദെൻ ഓഫ് റോഡ് എല്ലാം കൂടിയുള്ള രക്ഷയില്ല. എന്താ പറയാ, പൊളിച്ച്. ട്രിവാൻഡ്രം ഭാഷയിൽ എന്ത് പറയണെന്ന് വെച്ചാൽ വേറെ ലെവലാ. എൻ്റെ പേര് സൽമാൻ, ഞാൻ കോഴിക്കോട് ജില്ല ഓമശ്ശേരി എന്ന് പറയുന്നത്. ഇനി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓഫ് റോഡ് പോകുന്നത്. ബാസിൽ മാഷിന്റെ അവസാനമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ സാധിച്ചത് ഞാൻ ഇപ്പോൾ വളരെ സന്തോഷിക്കുകയാണ്. കാരണം ഇത്രയും മെച്ചപ്പെട്ട റൈഡ് എൻ്റെ ജീവിതത്തിൽ ഇനി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൈഡാണിത്. ഓക്കെ.